ശ്രീ മഹാദേവ്യൈ നമ. ഓം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചേ നമ. ഓം ഓം ഹ്രീം ദും ദുർഗായൈ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 3-ാം സ്കന്ധം 6-ാമത്തെ അധ്യായം. ദേവി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് മണിദ്വീപത്തിൽ വെച്ച് ഉപദേശം കൊടുക്കുന്നതാണ്. ഉപദേശം, കഴിവ്, എല്ലാ ജ്ഞാനങ്ങളെല്ലാം കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ 3-ാമത്തെ സ്കന്ധത്തിലെ 252 ശ്ലോകം ഇപ്പോൾ കഴിഞ്ഞു. 318 അധ്യായങ്ങളുള്ളതിൽ 37 അധ്യായം കഴിഞ്ഞു. ഇത് 38-ാമത്തെ അധ്യായമാണ്. അമ്മ ഒരധ്യായം മുഴുവൻ അമ്മ കൊടുക്കുന്ന ഉപദേശമാണ്. പിന്നെ ഒരു 3 അധ്യായം 7, 8, 9 അത് ബ്രഹ്മാവ് അമ്മ പറഞ്ഞതായിട്ടുള്ള ഉപദേശങ്ങളെ പറയുന്നതായിട്ടുള്ള കാര്യമാണ്. അതിൽ 2 അധ്യായത്തിന് ഒരു കൂടുതൽ ബന്ധം, അതിൻ്റെ അടുത്ത 2 അധ്യായത്തിന് കൂടുതൽ ബന്ധം, അങ്ങനെയൊക്കെ നിയമങ്ങൾ. ഇവിടെ സൃഷ്ടിക്കാനുള്ളത് ബ്രഹ്മാവിന്, പാലനത്തിനുള്ളത് വിഷ്ണുവിന്, സംഹരിക്കാനുള്ളത് മഹാദേവന്, ശക്തിയായിട്ടും ജ്ഞാനായിട്ടും സ്ഥാനമായിട്ടും അതുപോലെ പത്നിമാരായിട്ടും, പിന്നെ മന്ത്രം, അതേപോലെ ജ്ഞാനാധികാരങ്ങൾ, രഹസ്യങ്ങൾ, അതിൻ്റെ നിലനിൽപ്പ് ഒക്കെ അനവധി കാര്യങ്ങളുണ്ട് കൊടുക്കണം. നമുക്കത് കേൾക്കാം. ഓം ശ്രീമദ് ദേവി മഹാഭാഗവതം 3-ാം സ്കന്ധം 6-ാം അധ്യായം. ബ്രഹ്മാവ്: ഓം വിനയം കൊണ്ട് കുമ്പിട്ടി ചോദ്യം ഞാൻ ഉന്നയിക്കവേ ശ്രക്ഷണമായോതി ഈ വണ്ണം ആദ്യയാം ജഗദംബിക. 2 ഉണ്ടോ അതോ 1 ഉള്ളൂ എന്നാണ് ചോദിച്ചത് ബ്രഹ്മാവ്. പ്രകൃതി, പുരുഷൻ, അച്ഛൻ, അമ്മ, ഈ വ്യത്യാസങ്ങൾ 2 ഉണ്ടോ അതോ ബ്രഹ്മം, പ്രകൃതി, 2 ഉണ്ടോ 1 ഉള്ളൂ, ബ്രഹ്മം 1 അല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചതാ. അപ്പോൾ ദേവി ഉത്തരം പറയാൻ തുടങ്ങുകയാണ്. ഒന്നേയുള്ളൂ, ഭേദമില്ല ഇങ്ങെനിക്കും അവനും സദാ. അവൻ താൻ ഞാൻ അവനും ഭേദം ബുദ്ധിഭ്രമത്തിനാൽ. അതായത് ശിവന്റെ മടിയിൽ ഇരിക്കുന്ന ജ്ഞാനതനായിട്ടുള്ള ശിവന്റെ മടിയിൽ കാമതയായിട്ടുള്ള പാർവതി ഇരിക്കുന്ന രൂപത്തിലാണ്. അതായത് വലത്തെ കാല് തൂക്കിയിട്ട് ഇടത്തെ കാല് മുകളിലേക്ക് വെച്ചിരിക്കുമ്പോൾ അത് ജ്ഞാനതൻ ആണ്. മഹാദേവൻ ജ്ഞാനതനായിട്ടിരിക്കുക വലത് ഭാഗത്ത്. മഹാദേവി ഇടത് കാല് തൂക്കിയിട്ട് വലത് കാല് മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുമ്പോൾ അത് കാമത ആയിട്ടാണ് വരിക. ഇനി അതേപോലെ തന്നെ 2 കാലും മുകളിലേക്ക് കയറ്റി വെച്ച് ചമ്പ്രം പണിഞ്ഞിരിക്കുന്ന കുളത്തിൽ, ചമ്പ്രം പണിഞ്ഞിരിക്കല്ല, അത് കാലിൻ്റെ മീതെ വെക്കണം, ഈ തൊടയുടെ മീതെ വെക്കണം, കാലിൻ്റെ ഉള്ളം കാലിൽ. അപ്പം അത് മുക്തിതയാണ്. കാമത, ജ്ഞാനത, മുക്തിത 3 ഭാവമാണ്. ഇടതേ കാല് മുകളിലേക്ക് വെച്ചിട്ട് വലതേ കാല് താഴത്തേക്ക് തൂക്കിയിട്ടിരിക്കുകയാണ് വെച്ചാൽ ജ്ഞാനത. ഇവിടെ ഭഗവാൻ മഹാദേവനാണ് ജ്ഞാനതൻ ആയിട്ടിരിക്കുന്നത്. പാർവതി തൻ്റെ വലത്തെ കാല് മുകളിലേക്ക് കയറ്റി വെച്ചു, ഇടത്തെ കാല് താഴത്തേക്ക് ഇട്ടു. അപ്പോൾ കാമത ആണ്. എന്താ ആഗ്രഹങ്ങളുണ്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കുന്ന ഭാവമാണ്. അപ്പോൾ ജ്ഞാനത്തിനും കാമതയും ആയിട്ടാണ് ഈ ശിവപാർവതിമാരെ അവിടെ ദർശനം കൊടുത്തത്. ശ്രീ മഹാദേവ്യൈ നമ. അപ്പോൾ അതുകൊണ്ട് അമ്മ പറയാണ്, ഒന്നേയുള്ളൂ, ഭേദമില്ല എനിക്കും അവനും സദാ. അവൻ താൻ ഞാൻ അവനും ഭേദം ബുദ്ധിഭ്രമത്തിനാൽ. ഞങ്ങൾക്കുള്ള അന്തരം സൂക്ഷ്മം ഗ്രഹിച്ചോൻ തന്നെ ബുദ്ധിമാൻ. ഭവനിർമുക്തനായി തീരും അവൻ, സംശയമില്ല ഇതിൽ. അതാണ് 2 എന്ന് കണ്ടു വെച്ചാൽ മുക്തി കിട്ടില്ല. 1 കാണാൻ സാധിച്ചു വെച്ചാലോ, പെണ്ണ വ്യത്യാസമില്ലാതെ കണ്ട് വലത്തെ കാലം തൂക്കിയിട്ടുണ്ട്, ഇടത്തെ കാലം തൂക്കിയിട്ടുണ്ട്, അതേപോലെ 2 കാലും മുകളിലേക്കും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം. നിത്യം സനാതനം ബ്രഹ്മം ഒന്നുതാൻ അദ്വിതീയവും. സൃഷ്ടികാലം വരും നേരം വരും 2 എന്ന ഭാവവും. ഇപ്പം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ്, നമ്മൾ സൃഷ്ടിയിൽപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് അതേ തോന്നുള്ളൂ. അതാണ് നമുക്ക് എന്താ തോന്നുക, 2 എന്നേ തോന്നുള്ളൂ, ഞാനും അതും. അത് എന്നുള്ളത് ഈശ്വരൻ എന്നുള്ള ഭാവം, ബ്രഹ്മം. ഉപാധിയോഗത്താൽ ദീപം 2 തോന്നുന്ന മാതിരി കണ്ണാടിയിൽ ഛായ പോലെ നിഴലിക്കുന്നു ഞങ്ങളും. പ്രകൃതി എന്നുള്ളത് കണ്ണാടിയിൽ കാണുന്ന രൂപമാണ്. ഇപ്പം നമ്മൾ നിൽക്കണു, നമ്മുടെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ച് വെച്ചാൽ നമ്മൾ ബ്രഹ്മവും കണ്ണാടിയിലുള്ളത് പ്രകൃതിയുമാണ്.
അത് ഈശ്വരനെ സങ്കല്പിക്കുക. നമുക്കതിനുള്ള കഴിവില്ല. ഈശ്വരനെ അങ്ങനെ സങ്കല്പിച്ചാൽ അത് ശരിയായി, ബാക്കിയൊക്കെ ശരിയായി. സർഗക്ഷയത്തിൽ ഞാൻ പെണ്ണല്ല ആണും ക്ലീബവുമല്ല ഞാൻ, പിന്നെ സൃഷ്ടിയിൽ ഭേദം കൽപ്പിപ്പൂ ബുദ്ധി കൊണ്ടു ഞാൻ. ശ്രീ മഹാദേവി നമ. ഭേദമുൽപ്പത്തി കാലത്തിൽ സർഗാർത്ഥം സംഭവിക്കയാം, ദ്വൈവിധ്യത്തിങ്കലുണ്ടാവും ദൃശ്യ വിഭേദവും. സർഗക്ഷയത്തിൽ ഞാൻ പെണ്ണല്ല ആണും ക്ലീബവുമല്ല ഞാൻ, പിന്നെ സൃഷ്ടിയിൽ ഭേദം കൽപ്പിപ്പൂ ബുദ്ധി കൊണ്ടു ഞാൻ. ബുദ്ധിയും ധൃതിയും ശ്രീയും കീർത്തിയും സ്മൃതി ലജ്ജയും ശ്രദ്ധാമേധാക്ഷുധകളും ക്ഷമയും ദയ തൃഷ്ണയും ജരാതന്ത്രി നിദ്ര പിപാസാകാന്തി ശാന്തികൾ ശക്തികളും വിദ്യകൾ സ്പൃഹ വാഞ്ചയും വസയും മജ്ജയും ത്വക്കും സത്യ അസത്യങ്ങൾ ദൃഷ്ടിയും പരയും മധ്യയും പശ്യന്തിയും നാടികൾ സർവ്വതും ഞാനാണ്, ഞാനല്ലാതെന്ത് ഈ സംസാരത്തിങ്കലുള്ളതും. ഇതവിടെ അനവധിയുണ്ട്. ഇപ്പം നമുക്ക് അനുഭവിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒന്നും അമ്മയല്ലാതെ കണ്ട് വേറൊന്നില്ല. മനോബുദ്ധി അഹങ്കാര ചിത്തം തൊട്ടുള്ള പലതും അമ്മയാൽ തരപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാവണ പോലുമില്ല. നമുക്ക് അത് എന്താന്ന് പോലും അറിയില്ല. എന്താ മനസ്സ്, എന്താ ബുദ്ധി, എന്താ ചിത്തം, എന്താ അഹങ്കാരം. സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയില്ല. നമ്മളതിനെ ന്യായീകരിക്കണം, അത്രയ്ക്കൊക്കെയുള്ളൂ. മനസ്സുകൊണ്ട് ചിന്തിക്കണു, ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യണു, അഹം കൊണ്ട് ഞാനാണ് അത് ചെയ്യണം എന്ന് തോന്നലുണ്ടാവണു. ചിത്തത്തിലുള്ള ആ ഈശ്വരഭാവം അതിനെ വേർതിരിച്ച് അറിയണം. അപ്പം ഇങ്ങനെ ഓരോന്നും അമ്മയാൽ തരപ്പെട്ടതാണ് എന്ന് എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, ഈ കാമാദികളായാലും ജ്ഞാനങ്ങളായാലും പലതും നമുക്ക് ഇത് അമ്മ തന്നതാന്ന് പോലും മനസ്സിലാവണില്ല. ഇപ്പം അമ്മ അവിടെ ഉണ്ട്. ആ അമ്മയും അമ്മ തന്നെയാണ്. ഈ അമ്മയിലെത്താനുള്ള ആഗ്രഹവും അമ്മ തന്നെയാണ്. ഇവിടെ കഷ്ടപ്പെടുന്നതും ആയ നമ്മളുണ്ടല്ലോ, ഈ നമ്മൾ അമ്മ തന്നെയാണ്. അമ്മയുടെ അംശമാണ് നമ്മൾ. അവിടേക്ക് എത്തണം. അപ്പോൾ ഈ ഞാനും അമ്മയും വ്യത്യാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാനും അമ്മയും വ്യത്യാസം ഉണ്ടാവും. ഇതാണ്. അപ്പോൾ ഈ ബോധം അങ്ങോട്ട് മറയണം. ഇത് നമുക്ക് പറയാനേ പറ്റുള്ളൂ, മരിച്ചു പറ്റില്ല. എന്താ കാരണം? ദേഹബോധമുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഊണ് കഴിക്കണം, കുറച്ച് കഴിഞ്ഞാൽ കിടക്കണം. ആഹാര നിഹാര നിദ്ര വിഹാരങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ ബ്രഹ്മത്തിന് അത് വേണ്ട. ലൗകികതയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ മറികടന്നാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഒന്നാണ് എന്ന് കണക്കാക്കാൻ സാധിക്കുള്ളൂ. അതാണ് എല്ലാം ഞാൻ തന്നെ ആണെന്ന് നിശ്ചയിക്കുക പത്മജ. എൻ നിശ്ചിത രൂപങ്ങളല്ലാതെന്തുള്ളു പാരിതിൽ. അതിനാൽ ഈ സൃഷ്ടിയെങ്കിൽ സർവവ്യാപിനി ഞാൻ വിധേ. നാനാനാമങ്ങൾ പൂണ്ട് എല്ലാ ദേവന്മാരിലും അങ്ങിവൾ. ശക്തിരൂപത്തിൽ വർത്തിപ്പൂ കാട്ടുന്നു പല വിക്രമം. ഗൗരി ഞാൻ, ബ്രാഹ്മി ഞാൻ, രൗദ്രി, വാരാഹി, ശിവ, വൈഷ്ണവി, കൗബേരി ഞാൻ, വാരുണി ഞാൻ, ഐന്ദ്രി ഞാൻ, നാരസിംഹി ഞാൻ. ഓരോ പദാർത്ഥവും സൃഷ്ടി ചെയ്ത് ഞാൻ അതിൽ വാഴുകയാം. നിമിത്തമാത്രം പുരുഷൻ ചെയ്വൂ ഞാൻ തന്നെയൊക്കെയും. ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, അമ്മയാണ് ഇതൊക്കെ ചെയ്യണത്. മറ്റുള്ളവരാണ് ചെയ്യുന്നത് എന്ന് തോന്നിക്കുകയും ചെയ്യും. രാമായണത്തിലെ സീത പറഞ്ഞ പോലെയാണ്, രാമനെ അതൊക്കെ ചെയ്യണതെന്ന് നിങ്ങൾക്ക് തോന്നണമെന്നുള്ളതൊക്കെ ഞാൻ തന്നെയാട്ടോ ചെയ്ത് എന്ന് പറയുന്നുണ്ട്. ആരോട്? ഹനുമാനോട്. പട്ടാഭിഷേകത്തിനായിട്ടുള്ള ആ ശ്രീരാമൻ്റെ മുമ്പിൽ കാല് പിടിച്ച് നമസ്കരിച്ച് ഭഗവാൻ എഴുന്നേൽപ്പിച്ച് ഇരുത്തി ഹനുമാനെ. എനിക്ക് രാമതത്വം പറഞ്ഞു തരൂ എന്ന് പറയുകയാണ്. അപ്പോൾ രാമൻ പറയാൻ തുടങ്ങിച്ചാലും അത് സീതയോട് പറഞ്ഞു, ഞാനാവില്ല ഭേദം, സീത പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സീത പറഞ്ഞു കൊടുക്കുന്നത്. ഞാനാണ് സർവർ, അല്ലാണ്ട് രാമനല്ല. രാവണനെ കൊന്നത് ഞാൻ തന്നെയാണ്. ഇത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാവത്തിലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാനാനാമങ്ങൾ പൂണ്ട് എല്ലാ ദേവന്മാരിലും അങ്ങവൾ. ശക്തിരൂപത്തിൽ വർത്തിപ്പൂ കാട്ടുന്നു പല വിക്രമം. ഗൗരി ഞാൻ, ബ്രാഹ്മി ഞാൻ, രൗദ്രി, വാരാഹി, ശിവ, വൈഷ്ണവി, കൗബേരി ഞാൻ, വാരുണി ഞാൻ, ഐന്ദ്രി ഞാൻ, നാരസിംഹി ഞാൻ. സപ്തമാതാക്കളെയാണ് പറഞ്ഞത്. ഓരോ പദാർത്ഥവും സൃഷ്ടി ചെയ്ത് ഞാൻ അതിൽ വാഴുകയാം. നിമിത്തമാത്രം പുരുഷൻ ചെയ്വൂ ഞാൻ തന്നെയൊക്കെയും. അപ്പോൾ എല്ലാറ്റിലും ആ ഭാവം ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നീരിൽ തണുപ്പായി, സൂര്യങ്കൽ ജ്യോതിസായി, തീയിൽ ഉഷ്ണമായി, ചന്ദ്രങ്കൽ മഞ്ഞുമായും ഞാൻ വർത്തിക്കുന്നു യഥാതഥം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഭാവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ
അപ്പോൾ നമ്മൾ സൂര്യൻ്റെ രശ്മി ആണ് ആ അമ്മ. അതാണ് നമുക്ക് ജ്യോതിസായിട്ടും ചൂടായിട്ടും പ്രകാശമായിട്ടും ഊർജമായിട്ടൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ രശ്മിയാണ് അമ്മ. അതേപോലെ ഗന്ധം, ഭൂമിയുടെ ഗന്ധമാണ്. ആ ഗന്ധത്തിൽ നമ്മൾ ഗന്ധം എന്ന് പറയണമെന്നേ ഉള്ളൂ. ഭൂമിയിൽ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളുണ്ട്, 5 ഉണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണം. അമ്മയുടെ ഈ ഭാവങ്ങൾ മുഴുവൻ അതിൽ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പറയുമ്പോൾ ആകാശത്തിൻ്റെ ശബ്ദം, മറ്റേ വായുവിൻ്റെ സ്പർശം, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറയും. അത്രയേ ഉള്ളൂ. ഞാൻ ഒഴിഞ്ഞാലൊന്നനങ്ങാൻ പോലും വയ്യാതെയാം വിധേ ഈ പാരിൽ ജീവജാലങ്ങൾക്കെന്നു തേറുക നിശ്ചയം. അശക്തനല്ലോ ഞാൻ എന്നീ ദൈത്യനാശത്തിന് ഈശനും ശക്തിയറ്റോനെന്ന് ചൊല്ലുവോ ദുർബലൻ മർത്യനെ ജനം. അപ്പോൾ ഓരോന്നിനും അതാതിൻ്റേതായിട്ടുള്ള ഒരു കഴിവ് പ്രത്യേകമായിട്ട് പറയും. പക്ഷികൾക്ക് പറക്കാനുള്ള കഴിവ് അത് അമ്മയാണ്. അതേപോലെ ജലത്തിൽ നീന്താനുള്ള അല്ലെങ്കിൽ വസിക്കാനുള്ള കഴിവ് മത്സ്യങ്ങൾക്ക് അത് അമ്മയാണ്. നമുക്ക് ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കാനുള്ള കഴിവ് അത് അമ്മയാണ്. അപ്പം അതിൻ്റെ കഴിവിൻ്റെ ഒരുപാട് ഉണ്ട്. ഇത് മാത്രമല്ല, അത് ടോട്ടൽ അമ്മയാണെന്നർത്ഥം. രുദ്രഹീനൻ വിഷ്ണുഹീനൻ എന്നോതാരിൽ ഒരാളെയും കൊള്ളാത്തോനെ പഴിക്കുന്നിതെല്ലാവരും ശക്തിഹീനരായി. ഈ ശക്തി ഇല്ലാച്ചാലോ? അപ്പം നമുക്കിപ്പോൾ ഇത് സ്വീകരിക്കാനുള്ള കഴിവ് തരുന്നത് ഈ അമ്മയാണ്. ആ അമ്മ ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് ജഡമായിട്ട് മാറി. ആ ജീവചൈതന്യം, ആ ജ്യോതിസ് അമ്മയാണ്. അതാണ്. പതിതൻ സ്ഖലിതൻ ഭീതൻ ശാന്തൻ ശത്രുവശങ്കതൻ അരുദ്രൻ എന്നല്ല ഇവരെ ചൊൽവതോ ശക്തിഹീനരായി. ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും എടുക്കാൻ പറ്റാത്തത്, കൊടുക്കാൻ പറ്റാത്തത്, നടക്കാൻ പറ്റാത്തത്, കാണാൻ പറ്റാത്തത്, കേൾക്കാൻ പറ്റാത്തത്. ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ചെവിക്ക് ഇത് കേൾക്കാനുള്ള ശക്തി, ആ ഇന്ദ്രിയ ശക്തി അത് അമ്മയാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ആ ശക്തികളുടെ വിഭിന്ന രൂപങ്ങളാണത്. അപ്പം അത് വേണം എന്ന് തോന്നുകൊണ്ടാണ് നമ്മൾ എവിടെയാണ് ശബ്ദം വെച്ചാൽ അവിടേക്ക് പോണത്. അത് ഇച്ഛാശക്തിയാണ്. എവിടെയാണുള്ളത് വെച്ചാൽ അവിടെ പോയിട്ട് കാണണം. അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോണത് ഇച്ഛാശക്തിയാണ്. അവിടെ ചെന്ന് കാണുന്നത് ക്രിയാശക്തിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു ജ്ഞാനം കിട്ടാനുണ്ട്. അത് ജ്ഞാനശക്തിയാണ്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി. അപ്പം ഈ ശക്തി അമ്മയാൽ തരപ്പെട്ടതാണ്. അവണ്ണം നീ സൃഷ്ടി ചെയ്യുന്നത് ഇന്നും ഹേതു ശക്തിതാൻ. അവണ്ണം നീ സൃഷ്ടി ചെയ്യുന്നതിനും ഹേതു ഈ ശക്തിതാൻ. ശക്തി ചേർന്നെങ്കിലേ കർത്താവായിട്ട് ആരും ഭവിച്ചിടൂ. അതുപോലെ തന്നെ ഹരിയും ശംഭു, അഗ്നിയും ഇന്ദ്രനും സൂര്യനും ചന്ദ്രനും പാശി യമൻ ത്വഷ്ടാവ് വായുവും ശക്തി ചേർന്നെങ്കിലേ ധാത്രി ധരിക്കാൻ ശക്തയായി വരൂ. പരമാണു ഭരിക്കാനും അല്ലാഞ്ഞാൽ ശക്തയായി വരാം. ഹരേനാരായണ. പരം ആണ് ഭരിക്കാനും അല്ലാഞ്ഞാൽ ശക്തയായി വരാ. അപ്പോൾ ഇവിടെ ഈ ശക്തി മുഴുവൻ അമ്മയാൽ കൊടുക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ മാക്സിമം അതാണ് അമ്മ. ശേഷനും കൂർമ്മവും മറ്റു ദിഗ്ഗജങ്ങളും അவ்விധം ഞാൻ ചേർന്നേ സ്വസ്വകാര്യങ്ങൾ നടത്താൻ ദക്ഷരായി വരൂ. നമ്മൾ ഏറ്റവും മാക്സിമത്തിൽ കണക്കാക്കുന്നത് ഈ ബ്രഹ്മം. ആ ബ്രഹ്മത്തിനും സൃഷ്ടി വേണോ? ഞാൻ വേണം, എൻ്റെ ശക്തി വേണം. അതുകൊണ്ടാണ് പ്രകൃതി. ഇപ്പോൾ നമ്മൾ ബ്രഹ്മാണ്ടം, പ്രകൃതി, പ്രപഞ്ചം എന്നൊക്കെ പറയുന്നില്ലേ, വിരാട്ട്, ഇത് മുഴുവൻ എന്താണ്? സെക്കൻഡ് ആണ് അമ്മ. അതുകൊണ്ടാണ് ശിവൻ്റെ കുറച്ച് ഉയരത്തിൽ ഇത്തിരി താഴെയാണല്ലോ വരിക. ശിവൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്തിരി മുകളിലേക്ക് വന്നു. ശിവൻ്റെ തലയ്ക്ക് താഴെയാണ് അമ്മയുടെ തല വരിക. അപ്പോൾ ശിവൻ വലുതായിട്ട് നിൽക്കണു ബ്രഹ്മമായിട്ട്, ശിവ ശക്തിയായിട്ട് ഈ പ്രപഞ്ചമായിട്ട് ബ്രഹ്മാണ്ടമായിട്ട്. അപ്പോൾ അത് ഇത്തിരി താഴെ നിൽക്കുക. ഈ സെക്കൻഡ് ആണ് അമ്മ. പക്ഷേ ഈ സെക്കൻഡ് ഇല്ലാച്ചാലോ ബ്രഹ്മത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ് ശ്രീ മഹാദേവിയെ നമ. കുടിക്കുവൻ വെള്ളമെല്ലാം സംഹരിക്കുവൻ അഗ്നിയെ സ്തംഭിപ്പിപ്പൻ കാറ്റിനെയും ചെയ്യുവൻ ഇച്ഛിപ്പതൊക്കെയും. ഇതൊക്കെ എൻ്റെ ഇച്ഛയാണ്. ഈ ശക്തി ഉണ്ടായിട്ട് കാര്യമില്ല. അതായത് ഈ വസ്തുക്കളുണ്ടായിട്ട് കാര്യമില്ല. അതിന് ശക്തി ഞാൻ കൊടുത്തിട്ടില്ല വെച്ചാൽ അഗ്നിക്ക് ജ്വലനശേഷി ഉണ്ടാവില്ല. വായുവിന് ഈ വീശാനുള്ള അല്ലെങ്കിൽ ചലിപ്പിക്കാനുള്ള ആ കഴിവുണ്ടാവില്ല. അങ്ങനെ ഓരോന്നിനും അതിൻ്റെ കഴിവെന്തോ അത് ഞാൻ കൊടുക്കുന്നതാ. അത് അറിയണമെന്ന് സാരം. അതാണ് ഇപ്പോൾ ഈ വിരാട് രൂപം എന്ന് പറയുമ്പോൾ ശക്തി ചേർന്നതാണല്ലോ, ശക്തിയാണല്ലോ വിരാട്. അതിൽ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ, ഈ പഞ്ചമഹാഭൂതങ്ങളുടെ തന്മാത്രകൾ, അതാണ് ശക്തി. ആ ശക്തി പ്രധാനം. പിന്നെ യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. ആ മായ ഈ 5 വിഷയങ്ങളോടും കൂടി ചേർന്നുകൊണ്ട് അമ്മയുടെ ചൈതന്യമായിട്ടുള്ള ഈ മഹത്ത്
അതേപോലെ ഓരോന്നിനും ഉള്ളതായിട്ടുള്ള ഈ അഹം. ഇപ്പോൾ വായുവിന് വായുവിൻ്റെ അഹമുണ്ട്, ഭൂമിക്ക് ഭൂമിയുടെ അഹമുണ്ട്. അവിടെ ഗന്ധത്തിനാണ് അഹം. ഗന്ധം ചേർത്ത് വെച്ചാൽ ഭൂമിയാവുന്ന, ശബ്ദം ചേർത്ത് വെച്ചാൽ ആകാശാവുന്ന, രസം ചേർത്ത് വെച്ചാൽ ജലാവുന്ന. അതാണ് കണക്ക്. രൂപം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അഗ്നിയാവും. ഇത് നമുക്കിങ്ങനെ പറയാനേ പറ്റും. നമുക്കത് ചേർത്ത് വയ്ക്കാനും പറ്റില്ല. ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചമഹാഭൂതങ്ങളാവൂല. പക്ഷേ അതിൽ ശക്തി ഈ അഹത്തോടും മഹത്തോടും കൂടിയിട്ട് നിൽക്കുകയാണെങ്കിലോ അതായിട്ട് തീരുക തന്നെ ചെയ്യും. അത് ഈ സൂത്രാത്മാ, അതിൻ്റെ ഉള്ളിലൊരു ചരടുണ്ടേ, ആ ചരടും ഈ സൂത്രാത്മാവും ഈ ഇതിൻ്റെ ഓരോന്നിൻ്റെയും അഹം എന്നുള്ള ആ ബോധവും അമ്മയുടേതായ ഈ ചൈതന്യവും ഇത് ഉണ്ട് എന്ന് തോന്നിക്കലാകുന്ന ഈ മായയും എന്താണോ ഈ വസ്തു ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ, അതും ചേർന്നതാണ് വിരാട് രൂപം. 9 തത്വം എന്നാ പറയാം വിരാട് രൂപത്തിന്. വളരെ കുറിച്ച് വയ്ക്കേണ്ടതാണ്, നോട്ടായിട്ട് വയ്ക്കേണ്ടതാണ്. വിരാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചതന്മാത്രയും മായ, മഹത്ത്, അഹം, സൂത്രാത്മാ, ഇങ്ങനെ 9 തത്വങ്ങൾ ചേർന്നതാണ് മായ. നമ്മൾ 9 ദിവസം കൊണ്ടാണ് നവാഹം വായിച്ചു തീർക്കുക അല്ലേ? ദേവീഭാഗവതം നമ്മൾ 9 ദിവസം കൊണ്ടാണ് വായിച്ചു തീർക്കുക. 9ൻ്റെ ഘടകങ്ങൾ ധാരാളമാണ്. ഈ ശരീരം എന്നുള്ളത് 7, അതിൻ്റെ പ്രകൃതി എന്നുള്ളത് 9. ഈ ശരീരം പ്രകൃതി അംശമാണ്. ശരീരത്തിൽ നിന്നും മോചനം നേടണം, പ്രകൃതിയിൽ നിന്നും മോചനം നേടണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെന്ന് എത്തുന്നത് ശിവപദത്തിലേക്കാണ്. അത് 10-ലല്ല 11-ലാണ്. 10 പടി കയറിയാലെയാണ് 11ാമത്തെ പടിയിലെത്തും. ഇന്നലെ നമ്മൾ പറഞ്ഞു 10 പടിയുണ്ട് സോപാനം. ആ 10 പടി കഴിഞ്ഞാലെയാണ് മണിദീപത്തിലുള്ള അമ്മയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുമെന്ന്. 11ാമത്തെ പടിയാണ്. അപ്പോൾ ഈ 10 പടി ആണ് കയറാറാവണച്ചാൽ ഈ 9 കിടക്കണം, എന്നാലേ അത് കയറാൻ പറ്റും. അതാണ് ഭൂമി തൊട്ടുള്ള തത്വങ്ങൾ ഏതിലും കമലോത്ഭവ, അസത്തെന്നുള്ള സന്ദേഹം കൽപ്പിച്ചിടായികൊരിക്കലും. കുഴമണ്ണിൽ ഘടത്തിൻ പ്രാഗഭാവം പോലെയും വിധേ, ഓടിൽ ധ്വംസാഭാവവും പോൽ രണ്ടും ചേർന്നവതാനവ. ഭൂമിയില്ല ഇപ്പോൾ എന്ന ചിന്തയിൽ കണ്ടുകൊള്ളുക, സ്വീയങ്ങളായ പരമാണുക്കളായി താൻ ചമഞ്ഞതായി. നമ്മളിപ്പോൾ ഭൂമി എന്ന് പറഞ്ഞു, അതിൽ ഗന്ധം ചേർത്ത് വെച്ചതാന്ന് പറഞ്ഞല്ലോ. ഈ ഭൂമിയുടെ ഓരോ അണുക്കളും ചേർത്ത് വെച്ചാലാണ് ഭൂമിയാവുക. അപ്പോൾ ഈ ഭൂമിക്ക് എത്ര അണുക്കളുണ്ടാവും? പരമാണു എന്ന് കൂട്ടാ. ഈ പരമാണു, അണു 3 ചേർന്നതാണ് അണു. ഇപ്പോൾ തന്മാത്ര എന്ന് പറഞ്ഞാൽ 3 ചേർന്നതാണല്ലോ. ആറ്റം, തന്മാത്ര, പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഏതായാലും അങ്ങനെയുള്ള അതേ ഭാവം തന്നെയാണ്. അത് ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഭൂമിയാവുക. അതിൻ്റെ ആ ചേരുവ ഗുണത്തിനനുസരിച്ച് കൂടിച്ചേരുമ്പോൾ അതിൻ്റെ തീക്ഷ്ണത എത്ര വരുമോ അത് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ്. കാരണം അമ്മയുടെ ചൈതന്യത്തിൽ നമുക്ക് അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭൂമിയുടെ ഉള്ളിലേക്ക് ആർക്കും ദൂരെ എത്താൻ പറ്റിയിട്ടില്ല. കടലിൻ്റെ അടി കാണാൻ പറ്റിയില്ല, എന്നിട്ട് വേണ്ട ഭൂമിയുടെ അടി കാണാൻ. ഭൂമിയുടെ സെൻറ്റർ എന്നുള്ളത് സാങ്കല്പികമാണ്. ഒരാൾക്ക് അവിടെ പോകാൻ പറ്റില്ല. നമ്മൾ കൊടുത്തു വയ്ക്കുന്നത് ഒന്നും അവിടെ എത്തൂല. കാരണം അതിനേക്കാൾ കൂടുതലാണ് അവിടെ ശക്തി. അപ്പം അതുകൊണ്ട് ഭൂമിയെ മുഴുവൻ മനസ്സിലാക്കുക എന്നുള്ളത് സാധ്യമല്ല. ഈ ഭൂമിയുടെ 5 തന്മാത്രകളെ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുമോ? ശബ്ദത്തിനെ മുഴുവൻ പറ്റുമോ? വായുവിനെ പറ്റുമോ? എന്നുവെച്ചാൽ സ്പർശത്തിനെ പറ്റുമോ? ഒന്നിനും പറ്റില്ല. അതിൻ്റെ മിനിമം, അതിൻ്റെ മാക്സിമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ ഒരു ശാസ്ത്രത്തിനും സാധിക്കില്ല. കാരണം അതിൻ്റെ മീതെയാണ് ശക്തിഭാവം. നമ്മൾ അതിൽ കുറച്ച് എടുക്കണു. ഈ ശക്തി കൊണ്ട് നമ്മൾ പലതും ചെയ്യണു. റോക്കറ്റ് വിടണു, ഭൂമിയിൽ കുഴിച്ച് മറ്റേ പരീക്ഷണങ്ങൾ പലതും നടക്കണു. അണുപരീക്ഷണം നടത്തിയതും അങ്ങനെയൊക്കെ തന്നെയല്ലേ. കടലിൻ്റെ ഏറ്റവും അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണു. പ്രകാശം പോലും ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് കടക്കണില്ല. കാരണം അതിൻ്റെ തീക്ഷ്ണത കൂടുതലാണ്. അപ്പോൾ അവിടെ തട്ടിയിട്ട് ഈ ശബ്ദം അവിടെ തട്ടിയിട്ട് തിരിച്ചു വരുന്നില്ല. അതിൻ്റെ മുന്നേ തട്ടി തിരിച്ചു വരിക. ഇത്തിരി കൂടി ഉണ്ട് അങ്ങോട്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം തീക്ഷ്ണത അങ്ങനെയാണ്, മർദ്ദം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാ അറിയാം?
മൂവേഴ് 21 കാര്യങ്ങളിലൂടെ നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് 7 ഭാവങ്ങൾ, 7 പ്രമാണങ്ങൾ, 7 ദൃഷ്ടാന്തങ്ങൾ, ഇങ്ങനെ 21 തത്വങ്ങളെ കൊണ്ട് നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ശാശ്വതം ക്ഷണികം ശൂന്യം നിത്യ അനിത്യത കർത്തൃത അഹങ്കാര അഗ്രിമം ഭാവം 7 ഭേദങ്ങൾ 7 താൻ. ഇപ്പോൾ ക്ഷണികമായിട്ടുള്ളത്, ശാശ്വതമായിട്ടുള്ളത്, ശൂന്യമായിട്ടുള്ളത്, നിത്യം, അനിത്യം, പിന്നെ കർത്തൃഭാവം, അഹം എന്നുള്ള ഭാവം, ഇങ്ങനെ 7 ഭാവങ്ങൾ 7. മഹത്തത്വത്തിനും അഹങ്കാരം തജ്ജന്യമാണജ. അതിങ്കൽ നിന്നും ഭൂതങ്ങളെല്ലാം സൃഷ്ടിക്ക മുൻവിധം. നിങ്ങൾ പോയി സ്വസ്വഗേഹങ്ങൾ ഉണ്ടാക്കി നിവസിക്കുവിൻ. ചെയ്യുക താന്തങ്ങൾ തൻ കാര്യം പ്രാരബ്ധോൽപാദിതം വിധേ. മഹാസരസ്വതി നാമം പൂണ്ടോരി സ്മേരവക്രയെ. രജോ ഗുണം ചേർന്നോരി നൽ ശക്തിയെ പൂണ്ടുകൊള്ളുക നീ. ദിവ്യഭൂഷാജാലമാണ്ടോൾ വെള്ളപ്പൂമ്പട്ടുടുത്തവൾ. വരാസനത്തിൽ വാഴുന്നോൾ ദിവ്യമംഗളരൂപിണി. ക്രീഡാർത്ഥമെന്നും സഹധർമ്മിണിയാണിവൾ വാണിടും. വിഗണിക്കരുത് ഈ പൂജ്യതമയാം എൻ വിഭൂതിയെ. അതുപോലെ ഈ ബ്രഹ്മാവിന് വാണിദേവിയെ ശക്തിയായിട്ട് കൊടുത്തു, എന്നുവെച്ചാൽ വാണിദേവിയെ പത്നിയായിട്ട് കൊടുത്തു. നമ്മൾ ഇത് പറയാൻ മറന്നുപോയി, ഇതിൽ ഇല്ല, വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. 7 ഭാവം, 7 ദൃഷ്ടാന്തം, 7 ഐതിഹ്യം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് 7 പ്രമാണം എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ പ്രമാണങ്ങൾ 7: പ്രത്യക്ഷം, ഊഹം, ശബ്ദം, ഉപമ, അർത്ഥാപത്തി, സാക്ഷി, ഐതിഹ്യം. ഇങ്ങനെയാണ് 7 പ്രമാണങ്ങൾ. അതേപോലെ ബുദ്ധി, ആഗമം, യുക്തി, ചിന്ത, തർക്കം, ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ ജ്ഞാനം, അനുഭവം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ബുദ്ധി, ആഗമം, യുക്തി, ചിന്ത, തർക്കം, ഈ അനുഭവജ്ഞാനം, അതാണ് ദൃഷ്ടാന്തം 7. പ്രത്യക്ഷം, ഊഹം, ശബ്ദം, ഉപമ, അർത്ഥാപത്തി, സാക്ഷി, ഐതിഹ്യം, ഇങ്ങനെ പ്രമാണങ്ങൾ 7. ശാശ്വതം, ക്ഷണികം, ശൂന്യം, നിത്യം, അനിത്യം, കർത്തൃത്വഭാവം, അഹം എന്നുള്ളത് 7 ഭാവങ്ങൾ. അപ്പോൾ ഇതൊക്കെ സ്വീകരിക്കാൻ സാധിക്കും, നല്ലോണം വിശകലനം ചെയ്താലേ പറ്റുള്ളൂ. അത് നമുക്ക് പറഞ്ഞു കൊടുത്താട്ടോ. അതിപ്പോൾ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ വിഷ്ണുവിന് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ശിവന് പറഞ്ഞു കൊടുത്തു എന്നേ ഉള്ളൂ. അവർക്കിതൊക്കെ നിമിഷം കൊണ്ട്, അല്ലെങ്കിൽ വിചാരിക്കണതിൻ്റെ മുന്നേ അവർക്ക് കാര്യങ്ങൾ കിട്ടും. നമുക്ക് അത്ര കിട്ടില്ല. നമുക്ക് ഇതിനെ പറയാൻ തന്നെ 1 മണിക്കൂർ വേണം. ഇപ്പോൾ പ്രത്യക്ഷം, പ്രതി അക്ഷം പ്രത്യക്ഷം. ഓരോരുത്തരുടെയും മുമ്പിൽ എന്താണോ കണ്ടത് അതിനെ പ്രത്യക്ഷം എന്ന് പറയും. ഊഹം, അങ്ങനെ ഒന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒന്നുണ്ടായിരിക്കാം. 3 കാലത്തിൽ ഊഹമുണ്ട്. അങ്ങനെ ആവുണ്ടാവും എന്നുവെച്ചാൽ പ്രസൻറ്റ് ടെൻസാ. പണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, പാസ്റ്റ് ടെൻസാ. അത് അങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ, ഭാവി കാല. ഇങ്ങനെ ഓരോന്നിനെയും എടുക്കണം. അപ്പോഴാണ് ഈ 21 തത്വങ്ങളെ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. എത്ര വിശാലമാണ് എന്ന് ആലോചിച്ചാൽ മതി. നമുക്കൊന്നും അറിയില്ല, എന്നിട്ടോ ആൾക്കാരുടെ ആ ഒരു, നമ്മൾ ഓരോന്നിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ഒരു ഭാവം പുറമേക്ക് കാണാറുണ്ട്. ഒന്നും അറിയില്ല, എന്നാലും ആ ഒരു എന്താണ് പറയുക, ഒരു അവജ്ഞ, വിവരമില്ലാത്തതുകൊണ്ടാണ്, വിവേകമില്ലാത്തതുകൊണ്ടാണ്. ആരാ ബഹുമാനിക്കേണ്ടതെന്ന് അറിയില്ല. ഈ മറ്റേ കാട്ടിക്കൂട്ടുന്നവർ കാണുമ്പോൾ വലിയ താല്പര്യമാണ്, അതിൽ കാര്യമില്ല. യഥാർത്ഥത്തിൽ ഭാഗവതം ഏത് പുരാണമായാലും ശരി, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്വഭാവത്തിനെ ശുദ്ധീകരിക്കാൻ, സാത്വികമായ ഭാവത്തിലേക്ക് എത്തിക്കാനുള്ള അറിവുകളാണ് തന്നിരിക്കുന്നത്. അതിനെ സ്വീകരിക്കണം. പാട്ടും കൂത്തും ഉണ്ട്, വേണ്ടാന്നല്ല പറയണത്. അത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമാണ്. അപ്പോൾ നല്ലോണം ഗഹനമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴേ നാം മാറുള്ളൂ. അല്ലെങ്കിൽ തമ്മിൽ തന്നെ അന്യൻ്റെ മുതൽ കട്ടെടുക്കുക, വഞ്ചിക്കുക, വേറെ മാർഗ്ഗമില്ല. അതിൻ്റെ ദുരിതം എപ്പോഴാണ് കഴിയാറാണ്, എപ്പോഴാണ് കഴിയാന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ ജന്മത്തിൽ വളരെ പുണ്യം ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ ധാരാളം സമ്പാദ്യം ഇങ്ങനെയൊക്കെ കിട്ടും. അതിൻ്റെയൊക്കെ നരകം പിന്നെ ആ കുടുംബങ്ങളോ അല്ലെങ്കിൽ വീണ്ടും ഇയാളെ ജനിക്കും. അപ്പോൾ ആ സമയത്ത് അനുഭവിച്ചേ പറ്റൂ. കുറച്ചൊന്നല്ല, കുറച്ചധികം പറ്റും. അപ്പോൾ വളരെയധികം മനസ്സിരുത്തണം എന്ന് സാരം. പുരാണങ്ങളെ ആശ്രയിക്കുമ്പോൾ പുരാണങ്ങളെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ടല്ല. ഭാഗവതവും രാമായണവും ദേവീ മഹാത്മ്യവും ശിവപുരാണവും പരിഭാഷപ്പെടുത്തിയത് അതിനുള്ള അർഹതയുണ്ടോ യോഗ്യതയുണ്ടോ എനിക്കറിയില്ല. എന്നെക്കൊണ്ട് ചെയ്യിച്ചു എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ.
ഞാൻ പണ്ഡിതനല്ല, എനിക്ക് സംസ്കൃതം അറിയില്ല. ഭാഗവതം വായിച്ചിട്ടാണ്, സംസ്കൃതം ഞാൻ പഠിച്ചിട്ടുണ്ട് കുറച്ച്, പക്ഷെ അതൊക്കെ മറന്നുപോയി. രണ്ടാമത് ഭാഗവതം വായിച്ചപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ഭാഗവതത്തിൽ നിന്ന് കിട്ടിയുള്ള സംസ്കൃതം എനിക്കുള്ളൂ. അതും വ്യാഖ്യാനങ്ങൾ നോക്കിയാലാണ് എനിക്ക് ഒന്നും പറയാനും അറിയില്ല. പക്ഷേ ഇതൊക്കെ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അമ്മ ഈ ഉപാസന കൊണ്ട് എനിക്ക് തന്നു എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ വേണം അതിൽ നിന്ന് സ്വീകരിക്കാൻ എന്നുള്ളതും എനിക്ക് മനസ്സിലായി. അതിനെയാണ് നാം പ്രാവർത്തികമാക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിന് ഈ സന്തോഷം ഉണ്ടാവും. പുറമേ നിന്ന് വരുന്നതായിട്ടുള്ള ഈ വിപരീതങ്ങൾ ബാധിക്കാതെ കണ്ട് ജീവിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ പുണ്യം അതാണ്, ഏറ്റവും വലിയ ഭാഗ്യം അതാണ്, ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. അതില്ലെങ്കിലോ നമ്മൾ ബാക്കിയുള്ളവരുടെ മുമ്പിലൊക്കെ കേമാവും. പക്ഷേ സ്വയമായിട്ട് ദുഃഖത്തെ ആവും അനുഭവിക്കേണ്ടവ. ഇതാണ് വ്യത്യാസം. പുറമേ ദുഃഖം അനുഭവിക്കുന്നു എന്ന് ഈ മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും ഉള്ളിൽ ആനന്ദം അനുഭവിക്കും. മറ്റത് ഉള്ളിൽ ദുഃഖമാവും, പുറമേ ആനന്ദിക്കുന്നു എന്ന് തോന്നുകയും ചെയ്യും. ഇത് തന്നെയാണ് വ്യത്യാസം. ബ്രഹ്മാവിനോട് പറയാണ് ഈ സരസ്വതി, ജ്ഞാനം കൊടുത്തതിന് ശേഷം ബ്രഹ്മാവിനോട് പറയാണ്, ഇവളൊപ്പം ഗമിച്ചാലും സത്യലോകത്തിലാശു നീ, ബീജത്തിൽ നിന്നും സൃഷ്ടിക്കൂ 4 മട്ടായി ജഗത്തിനെ, ജരായുജം സ്വേദജം ഉദ്ഭിജം അണ്ഡജം. ഇങ്ങനെ 4 മട്ട് സൃഷ്ടിക്കാൻ പറഞ്ഞു. ലിംഗകോശങ്ങൾ അജീവ കർമ്മബന്ധങ്ങളൊത്തു തന്നിൽപ്പുണ്ട്, അതിങ്കൽ മുൻപോൽ നീ അവ വെവ്വേറെയാക്കുക. കാലകർമ്മ സ്വഭാവാക്യ കാരണങ്ങളും അവ്വിധം ശബ്ദാദി ഗുണവും ചേർന്ന ലോകത്തെ സൃഷ്ടി ചെയ്തു നീ. മാനിക്കണം വിഷ്ണുവെ നീ, പൂജിക്കണം അനാരതം. ആർക്കും മുമ്പനിവൻ സത്വഗുണ പ്രാധാന്യമോർക്കുകിൽ. നിങ്ങൾക്ക് ദുശകം കാര്യം എപ്പോൾ സംഭവിക്കുമോ അപ്പോഴെല്ലാം അവതരിച്ചിടുമേ വിഷ്ണു മന്യതിൽ. തിര്യഗ്യോനിയിലും മർത്യരൂപനായും പിറന്നിടും, ദാനവന്മാരെ മുച്ചോടും നശിപ്പിക്കും ജനാർദ്ദനൻ. ഇപ്പോൾ വിഷ്ണു തത്വത്തെയും മഹാദേവൻ്റെ തത്വത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതിൽ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ 9 കാര്യങ്ങൾ പറഞ്ഞു. വിരാട്ടിൻ്റെ 9 അല്ല, ഇവിടെ കാലകർമ്മ സ്വഭാവ ജീവ, കാലം കർമ്മം സ്വഭാവം ജീവൻ, അതേപോലെ ലിംഗം കോശം കാരണം വിഷയം. ഈ 9 എണ്ണം അത് ജന്മം കൊണ്ട് ജരായുജം സ്വേദജം ഉദ്ഭിജം അണ്ഡജം. ഇപ്പോൾ അണ്ഡജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട, അത് പക്ഷി, പാമ്പ്, പക്ഷി, ഇതൊക്കെ ഇലപ്പെടാം. പല്ലി, പാമ്പ്, പക്ഷി. ഉദ്ഭിജം എന്ന് പറഞ്ഞാൽ സസ്യജാലങ്ങൾ, മുള പൊട്ടി ഉണ്ടാകുന്നത്. ഒന്നുകിൽ വിത്തുനിന്ന് മുളയ്ക്കാം, അല്ല കൊമ്പ് കുത്തി അതിന് മുളയ്ക്കാം. അത് സ്വേദജം എന്നുള്ളത് ഭൂമിയുടെ വിയർപ്പ്, ഇപ്പോൾ പേന്, അതേപോലെ ചെതല്, അങ്ങനെ വിയർപ്പിൽ നിന്നുണ്ടാകുന്നത്. ചെറിയ ചെറിയ പ്രാണികൾ ധാരാളമുണ്ട്, ഒക്കെ വിയർപ്പിൽ നിന്നുണ്ടാവുന്നതാണ്, പ്രാണിവർഗ്ഗങ്ങൾ. പിന്നെ ജരായുജം, അതിപ്പോൾ നമ്മൾ സസ്തനികളെന്ന് പറയും, മനുഷ്യരെ കയ്യിൽപ്പെട്ടതാണ്. പശു, ആന, മനുഷ്യൻ, ആട്, ഇല്ലേ, അതൊക്കെ കയ്യിൽപ്പെട്ടതാണ്. സസ്തനികൾ ധാരാളമുണ്ട്. അപ്പോൾ ഇങ്ങനെ ജന്മം കൊണ്ട് 4, അതിൻ്റെ ഈ 9 ഭാവങ്ങളിൽ സൃഷ്ടിച്ചോളാൻ പറഞ്ഞു. മാത്രമല്ല അത് പാലിക്കുന്നത് വിഷ്ണുവാണ്. ആ വിഷ്ണുവിനെ ഒപ്പം ഇപ്പോൾ ഈ ബ്രഹ്മാവ് എന്തൊക്കെ വേണം? വിഷ്ണുവിനെയും ശിവനെയും, പിന്നെ സരസ്വതി, ലക്ഷ്മി, പാർവതി. അപ്പോൾ 3ഉം 2ഉം 5 ഭാവത്തെയും എങ്ങനെ കാണണം? തന്നേക്കാൾ മീതിയായിട്ട് കാണണം. ആദ്യത്തെ ഉപദേശം അതാണ്. എല്ലാവരേക്കാളും താഴെ നിൽക്കൂ എന്നതാണ് ഉപദേശം. അത് ബ്രഹ്മാവ് സ്വീകരിച്ചു, വിഷ്ണു സ്വീകരിച്ചു, ശിവൻ സ്വീകരിച്ചു. അവിടെ ശിവൻ്റെ മീതിയ ബ്രഹ്മാവ്, അച്ഛനാണേ. വിഷ്ണുവിൻ്റെ മീതിയ ബ്രഹ്മാവ്. ആലോചിച്ച് നോക്കണേ, വിഷ്ണുവിൻ്റെ മകനാണ്, അല്ലെങ്കിൽ താഴെയാണ് ബ്രഹ്മാവ് സ്വതേ. നമ്മുടെയൊക്കെ കണക്കിൽ അങ്ങനെയാണ്. പക്ഷേ ബ്രഹ്മാവിനെ വിഷ്ണു കണക്കാക്കാറും വിഷ്ണുവിൻ്റെ മീതയായിട്ടാണ്. അതാണ് സാത്വികത. അത് പഠിപ്പിച്ചു തരാണ്. നമുക്കതില്ലാത്തതുകൊണ്ടായി അന്യന്മാരെ അവജ്ഞ തോന്നാനുള്ള കാരണം. അന്യരുടെ കുറ്റങ്ങളെ കാണുകയും ചെയ്യും, ഗുണങ്ങളെ കാണൂല. നാരായണീയൻ പറഞ്ഞതാ, സ്വൽപ്പ ഗുണത്തെ വളരെ കൂടുതൽ കാണുന്നവൻ സാത്വികൻ, സ്വൽപ്പ ദോഷത്തെ വളരെ കൂടുതൽ കാണുന്നവൻ തമോ ഗുണി. അപ്പോൾ അങ്ങനെ കാണരുത് എന്ന് പ്രത്യേകം പറയാം. ഇത് അമ്മ ബ്രഹ്മാവിന് കൊടുത്ത ഉപദേശം. ഇനി വിഷ്ണുവിന് കൊടുത്ത ഉപദേശം.
സഹായിക്കും നിന്നെ എന്നും ബലമേറുന്നൊരീ ഹരൻ. സുഖിച്ചാലും സുരന്മാരെയൊക്കെയും സൃഷ്ടി ചെയ്തു നീ. ബ്രഹ്മക്ഷത്രിയ വൈശ്യന്മാർ നിങ്ങൾക്കായി പല യജ്ഞവും ഭൂരിദക്ഷിണയോടൊത്ത് നടത്തും ഭക്തിപൂർവകം. സമസ്ത യാഗങ്ങളിലും എൻ്റെ നാമം മുഴങ്ങിടും. തുഷ്ടിയും തൃപ്തിയും പൂണ്ട് തഥാ നിങ്ങൾ സുഖിക്കുവിൻ. മാനിച്ചിരേണ്ടോനാണ് എന്നും ഈ തമോ ഗുണനാം ശിവൻ. പൂജനീയൻ അവൻ യജ്ഞമേതിലും സർവഥാ വിധേയം. ഇത് ആദ്യമായിട്ട് ദേവി ഭാഗവതം വായിക്കുമ്പോൾ ഒരുപാട് കാലം പഴക്കേണ്ട ഇപ്പോഴൊന്നല്ല. എല്ലാ യാഗങ്ങളിലും എൻ്റെ പേര് പറയും എന്നാണ് അന്ന് മറ്റേ ദേവി ഭാഗവതം ഞാൻ പാരായണം ചെയ്തിട്ടില്ല. നമുക്ക് ഗുരുക്കന്മാരൊന്നും ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു തന്നിട്ടുമില്ല. അപ്പോൾ എല്ലാ യാഗത്തിലും ഹോമത്തിലും ഒക്കെ ഈ അമ്മയുടെ പേര് പറയുമെന്ന് പറഞ്ഞപ്പോൾ അത് എപ്പോഴാണ് പറയുക എന്ന് ചോദിച്ചപ്പോൾ അത് അവരത്ര ഗൗനിച്ചില്ല. അവർക്ക് അറിയുമായിരിക്കും, പക്ഷേ നമ്മൾ ചോദ്യവും ആ ഉത്തരവും എല്ലാം കൂടി ശരിയായില്ല എന്ന് കൂട്ടിയാൽ മതി. പക്ഷേ ദേവി ഭാഗവതം എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദേവി മഹാത്മ്യമാണ് ആദ്യം എടുത്തത്, പിന്നെയാണ് ദേവി ഭാഗവതം എടുത്തത്. അപ്പോഴാണ് ഈ സ്വാഹ എന്ന് പറയാതെ കണ്ട് ഒന്നും കഴിയില്ല. ശ്രാദ്ധാദികൾക്ക് സ്വധ എന്ന് നമ്മുടെ താന്ത്രിക മാർഗത്തിലൊന്നും സാധാരണ ഗൃഹങ്ങളിൽ അത് പറഞ്ഞു കൊടുക്കാറില്ല. വൈദികന്മാർക്കറിയാം, അവരായിട്ട് അങ്ങനെ പറയാറുമില്ല. അപ്പോൾ ഈ സ്വധാദേവിയും സ്വാഹാദേവിയും നിത്യജീവിതത്തിലുള്ളതാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അറിയാതെ കണ്ട് ജനിച്ചിട്ട് വരുമ്പോൾ ആദ്യമേ തന്നെ അമ്മയെന്നാ പറയുക. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ളതൊക്കെ ഈ അമ്മയുമായി ബന്ധപ്പെട്ടതാ. അമ്മ ഇല്ലാതെ കണ്ട് ഈ ലോകത്തിൽ യാതൊന്നുമില്ല. അമ്മയല്ലാതെ മറ്റില്ല എനിക്കാശ്രയം, അമ്മയല്ലാതെ മറ്റാരുമില്ല ആശ്രയം, അതാണ് ഭാവം. അപ്പോൾ ഇത് പുരാണങ്ങളെ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കിട്ടുക. കുറച്ച് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിപുലീകരിക്കണം. അതെങ്ങനെയാണ് വിപുലീകരിക്കുക? ഓരോന്നിൻ്റെ ഉള്ളിലും ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ഒളിച്ചിരിക്കുന്നതിനെ കിട്ടണം. അപ്പോഴാണ് ഗൂഢവും മർമ്മവും ലക്ഷ്യവും ശ്ലേഷവും വ്യംഗ്യവും ഒക്കെ കിട്ടുള്ളൂ. ശ്രീ മഹാദേവ്യൈ നമ. സുരന്മാർക്ക് ദൈത്യരിൽ നിന്ന് എപ്പോഴുണ്ടാവുമോ ഭയം? അപ്പോഴാ പേടി പോക്കും നല്ലുടൽ പൂണ്ടെൻ്റെ ശക്തികൾ. ഗൗരി വൈഷ്ണവി വാരാഹി ശൈവിയും നാരസിംഹിയും മറ്റും പലതുമാകും ഞാൻ. നീ പോയി സൃഷ്ടിക്ക പത്മജ. ഇപ്പോൾ മഹാദേവനായാലും മഹാവിഷ്ണു ആയാലും അതേപോലെ തന്നെ ഞാനും സപ്തമാതൃക്കളായിട്ടും കാളിയായിട്ടും ഒക്കെ പല രീതിയിൽ, ഇപ്പോൾ ലക്ഷ്മിയായിട്ടും എന്താ പറയുക, മഹിഷാസുരനെ വധിച്ചു. കൗശികിയായിട്ട് സരസ്വതിയായിട്ട് ശുംഭനിശുംഭന്മാരെ വധിച്ചു. അങ്ങനെയല്ലേ? മധുകേടവന്മാരെ വിഷ്ണുവിനെ കൊണ്ട് കാളിയായിട്ട് വധിപ്പിച്ചു. ഇതൊക്കെ അമ്മ ചെയ്യുന്നതാണ്. ഭ്രാമരീ ദേവി അരുണൻ എന്നുള്ള അസുരനെ വധിച്ചു. ദുർഗമനെ വധിച്ചു. അങ്ങനെ അനവധി അവതാരങ്ങൾ ധാരാളമുണ്ട് അമ്മയ്ക്ക്. ശ്രീ മഹാദേവ്യൈ നമാം. ബീജധ്യാനങ്ങളോടൊത്ത് ഈ നവാർണം മന്ത്രം എപ്പോഴും ജപിച്ച് നീ കാര്യമേതും ചെയ്താലും കമലോത്ഭവ. ഓർത്താലും ഇത് മറ്റേതു മന്ത്രത്തെക്കാളും ഉത്തമം. സർവാഭീഷ്ടങ്ങളും നേടാൻ ഇതുള്ളത്തിൽ ധരിക്ക നീ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ എന്നാണ് മന്ത്രം. അതിൻ്റെ ഋഷി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ്. ഛന്ദസ് ഗായത്രി ഉഷ്ണുക്ക് അനുഷ്ഠപ്പാണ്. ഗായത്രി ഉഷ്ണിക്ക് അനുഷ്ഠപ്പ് 24, 28, 32. അതേപോലെ ദേവതകൾ കാളി, ലക്ഷ്മി, പാർവതി. കാളി, ലക്ഷ്മി, സരസ്വതി 3 ദേവതമാരാണ്. അപ്പം ഇത്രയും പ്രധാനം ആണ് അതിൻ്റെ ഈ എല്ലാ ദേവിമാരുടെ ദേവഭാവം മുഴുവൻ അതിൻ്റെ ബീജമായിട്ടും ശക്തിയായിട്ടും കീലകമായിട്ടും ഒക്കെ വരുന്നുണ്ട്. ഭ്രാമരിയും ദുർഗയൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള മഹാമന്ത്രമാണ് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ എന്ന്. അതിൻ്റെ വിശദീകരണമാണ് സപ്തശതി ദേവി മഹാത്മ്യം. അതിൻ്റെ വിശദീകരണമാണ് ദേവി ഭാഗവതം. അങ്ങനെ വേണം ഇതിനെ കണക്കാക്കാൻ. അതുതന്നെയാണ് ഗായത്രി. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയ. ഗായത്രികൾ ധാരാളമുണ്ട്. ഞാൻ എൻ്റെ തന്നെ 70ഓളം ഗായത്രികൾ എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ദേവി മഹാത്മ്യം എന്നുള്ള ഗ്രന്ഥത്തിൽ 70ഓളം ഗായത്രി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെയുണ്ട് ഗായത്രി എനിക്കറിയാം, മുഴുവൻ എടുക്കൽ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. 100ഓളം ഗായത്രി എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. അല്ലെങ്കിൽ 108 ഉണ്ടാവും, അറിയില്ല, കുറേ ഉണ്ട്.
എന്നോടോതി സുസ്മേരയായി ചൊന്നാൽ ഹരിയോടവൾ, വിഷ്ണു കൈക്കൊള്ളുക നീ ലക്ഷ്മി ദേവിയാമി ശുഭാംഗിയെ, എന്നും നിന്മാരിടത്തിങ്കൽ നിശങ്കമിവൾ വാണിടും സർവാർത്ഥദാത്രി ഈ ശക്തി തന്നെ ക്രീഡാർത്ഥമേകിനൻ. അവമാനിക്കല മാനിക്കണം നീ ഇവളെ സദാ, എന്നാൽ കൽപ്പിതമീ യോഗം ലക്ഷ്മി നാരായണാഭിധം. അപ്പം ഇത് മുഴുവൻ ലക്ഷ്മി നാരായണൻ എന്ന രീതിയിൽ, ശിവപാർവതി എന്ന രീതിയിൽ ഈ ദ്വിത്വം അത് പ്രകൃതി അങ്ങനെയാണ്. കൽപ്പിച്ചൻ സുരർ തൻ ജീവനാർത്ഥം ഞാൻ സർവയജ്ഞവും മൈത്രിയിൽ തന്നെ വാണാലും, നിങ്ങൾ മൂവരും എപ്പോഴും എൻ ഗുണങ്ങളിൽ നിന്നുണ്ടായി തീർന്നോരാം നിങ്ങൾ മൂവരും ഏവർക്കും മാന്യരായി പൂജന്മാരായി തീരും അസംശയം. നിങ്ങൾക്ക് ഭേദം കൽപ്പിക്കും മൂഢന്മാരായ മാനവർ പ്രാപിക്കും ദുർഗതി, അതിലില്ല സംശയമേതുമേ. സാക്ഷാൽ ശിവൻ തന്നെ വിഷ്ണു, ശിവനോ വിഷ്ണു തന്നെയാം, അവർക്കു ഭേദം കൽപ്പിപ്പോർക്കുണ്ടാം നരകമാം ഫലം. ഒരു കാലത്ത് ശിവനും ശിവഭക്തന്മാരും വിഷ്ണുവും വിഷ്ണുഭക്തന്മാരും ശിവനും വിഷ്ണുവും ഒന്നാണ് എന്നറിയാതെ കണ്ട് ശൈവരും വൈഷ്ണവരും തമ്മിൽ തമ്മിത്തലുണ്ടായിട്ടുണ്ട്. അത് പിന്നീട് അത് ഇല്ലാണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളില്ല. ഇപ്പം ഞാൻ എൻ്റെ അമ്പലത്തിൽ ദേവി ഇതാച്ചാത് സുബ്രഹ്മണ്യനാച്ചാത് രണ്ടും അറിയില്ല. ശിവനെ അറിയില്ല, സുബ്രഹ്മണ്യനെ അറിയില്ല, ഗണപതിയെ അറിയില്ല. അതിനുവേണ്ടി തമ്മിൽ തല്ലുട. എന്തിനാ തമ്മിൽ തല്ലുകൊണ്ടത്? ശിവന് വേണ്ടിയിട്ട് ഗണപതിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ ഇതിവിടെ ഭരിക്കണു, എനിക്ക് വേണ്ടിയിട്ടാണ് ഈ തമ്മിൽ തല്ലുകൊണ്ടത്. ഇത് ഇന്ന് കലികാലത്തിൽ വളരെയധികം കേമായിട്ട് കാണാനുണ്ട്. ശ്രീ മഹാദേവിയെ നമ. അതുപോലെ തന്നെ വിധിയും അതിലൊരു ശങ്കയും ഗുണഭേദങ്ങളുണ്ടത്ര ചൊല്ലാം ഞാൻ അവ കേൾക്കനീ. മുഖ്യമാകട്ടെ നിൻ സത്വഗുണം ആത്മവിചിന്തയിൽ ലക്ഷ്മിയൊത്ത് രമിക്കുമ്പോൾ ഓരോ സ്തോഭം വരുമ്പോഴും രജസ്തമസ്സുകളും ഉണ്ടാവും ഗൗണങ്ങളെങ്കിലും രജോ ഗുണം പൂണ്ട് ഇവളൊത്തെന്നും നീ വിഹരിക്കുക. വാഗ്ബീജ കാമരാജാഖ്യമായ ബീജങ്ങളൊത്തതായി മുക്തിപ്രദം മന്ത്രം അങ്ങേ കേകിനേൻ കമലാപതേ. ഈ മന്ത്രം എന്ന് പറയുന്നതൊക്കെ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായെ വിച്ഛേദമ എന്നാണ്. പിന്നെ അതാത് ഭക്തന്മാർക്ക് അതാത് ദേവീഭാവത്തിൽ സരസ്വതിക്കാന്ന് വെച്ചാൽ ഓം ഹ്രീം ശ്രീം സരസ്വതി സ്വാഹ. ഇങ്ങനെ ഇപ്പോൾ കമലാദേവിയാണെന്ന് വെച്ചാൽ അത് 4 മന്ത്രബീജങ്ങളോട് കൂടിയിട്ടാണ്. അങ്ങനെയൊക്കെയുണ്ട്. അത് ഉൾക്കൊണ്ട് ജപിച്ചെന്ന് സുഖമായി വാണുകൊള്ളുകനീ. മൃത്യുഭീതി വരാ വിഷ്ണു കാലഭീതിയുമെത്തിട. എൻ്റെ ഈ ലീല നിൽക്കുന്ന കാലത്തോളം സുഖിക്കനീ. എന്നു ഞാൻ ഈ സ്ഥിരചര വിശ്വത്തെ സംഹരിക്കുമോ അന്നെന്നിൽ നിങ്ങളും നോനം ലീനന്മാരായി ഭവിച്ചിടം. എന്നും സ്മരിക്കുക ഈ മന്ത്രം കാമമോക്ഷപ്രദായകം. ജപിക്കണം മോക്ഷകാമൻ ഈ മന്ത്രം പ്രണവത്തുടും. വൈകുണ്ഠം പ്രണയിച്ചെന്നും നിത്യയാമെന്നയോർത്തു നീ. യഥാകാമം വാണുകൊള്ളുക സുഖിക്ക പുരുഷോത്തമ. ബ്രഹ്മാവ് ത്രിഗുണാത്മികയാം ദേവി നിർഗുണാത്മിക. ഇങ്ങനെ വിഷ്ണുവോടോതി ഹരനെ നോക്കി ചൊന്നാൽ സുധോപമം. കൈക്കൊള്ളുക ഗൗരിയെ ചാരുഗാത്രി ഈ കാളിയെ ഭവാൻ. കൈലാസവൻ തീർത്ത് തത്ര വിഹരിക്ക യഥാസുഖം. തമസ് മുഖ്യഗുണമായി മറ്റു രണ്ടും അമുഖ്യമായി. രജസ്തമസ്സുകൾ നിനക്ക് അസുരന്മാരോട് ഏൽക്കുവാൻ. തപസ്സിനും പരം തത്വം സ്മരിക്കുന്നതിനും ഭവാൻ. ശാന്തമാം സത്വഗുണവും സ്വീകരിക്കുക സർവദാ. സൃഷ്ടിസ്ഥിത്യന്തങ്ങൾ നിങ്ങൾ ചെയ്യും ത്രിഗുണരായി സദാ. ഇതൊക്കെ വിഷ്ണുവിന് ഉപദേശം കൊടുത്തതിന് ശേഷം മഹാദേവനും ഇതേപോലെ ഉപദേശം കൊടുക്കുകയാണ്. എന്തിനാണത്? രജോ ഗുണം തമോ ഗുണം അസുരന്മാരെ നിഗ്രഹിക്കാനാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ തമ്മിൽ തലോടാനല്ല എന്ന്. അതാണ് ഈ ഗുണങ്ങളെഴാതില്ല ഈ ലോകത്തിൽ ഒരു വസ്തുവും. ദൃശ്യമാം വസ്തുവേദിനും ഉണ്ടാമീ മുഗുണങ്ങളും. നിർഗുണം വസ്തുവില്ലെങ്ങും ഉണ്ടാവുകയും ഇല്ല താൻ. നിർഗുണം പരമാത്മാവാണ്, അത് ദൃശ്യവുമായിട. സൃഷ്ടിയാദിയിൽ സഗുണ ഞാൻ നിർഗുണ സമാധിയിൽ എന്നും ശംഭോ കാരണം ഞാൻ കാര്യമാവില്ലൊരിക്കലും. ഗുണമില്ലാതെ കണ്ട് ഇവിടെ ഒന്നുമില്ല. സത്ത് രജ തമ 3 ഗുണങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അതിനെ പറയും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ സാത്വികം അത് ലക്ഷ്മിയായിട്ടും വിഷ്ണുവായിട്ടും, തമോ ഗുണം ശിവനായിട്ടും പാർവതിയായിട്ടും. പാർവതിക്ക് തമോ ഗുണമൊന്നുമില്ല, അത് കാളിഭാവത്തിലെത്തുമ്പോൾ തമോ ഗുണമായി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വല്ലാത്തൊരു അത്ഭുതമാണത്. നമ്മൾ ഉപാസിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. ശക്തി ആയതുകൊണ്ട് അത് വേഗം തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യും. നമ്മളൊരു ദേവിയെ പൂജ ചെയ്യുന്ന സമയത്ത് ഈ സത്വരജസ് തമോ ഗുണങ്ങളെ അറിയാതെ കണ്ട് ചെയ്യുമ്പോൾ തമോ ഗുണമാണ് വന്നുവെച്ചാൽ തമോ ഗുണത്തിലാണ് ദേവി പ്രത്യക്ഷപ്പെടുക. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. നമുക്ക് തമോ ഗുണം താങ്ങാൻ കഴിയില്ല. സാത്വികമാകുമ്പോൾ അബദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും പൗഷ്ടികം സാത്വികം അങ്ങനെ ചെയ്തിട്ട് വേണം യഥാർത്ഥത്തിലുള്ള നമ്മുടെ കാര്യം സാധിപ്പിക്കാൻ. ഈ സൂത്രവഴിയാണ്. ദുർമന്ത്രവാദമൊക്കെ മറ്റേ തമോ ഗുണമാണ്. ഈ ദുർമന്ത്രവാദം ചെയ്യുമ്പോൾ അപ്പോൾ ഗുണം കിട്ടുകയും ചെയ്യും, പക്ഷെ അതിൻ്റെ ഫലം വിപരീത. താൽക്കാലികമായിട്ടുള്ള ഗുണം ഉണ്ടാവുമെങ്കിലും വലിയ വിപരീതമാണ് അതിൻ്റെ ഫലം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ
കരികാലത്തിൽ ആരും ശ്രദ്ധിക്കണില്ലേ, താൽക്കാലിക ഗുണത്തെ മാത്രമേ ചിന്തിക്കണുള്ളൂ. മദ്യമായിട്ടും മാംസമായിട്ടും ഈ തമോ ഗുണവും രജോ ഗുണവും വർദ്ധിപ്പിച്ച് എരിയും പുളിയായിട്ടേ. അപ്പം അത് വലിയ ദോഷമാണ്. അങ്ങനെ ചെയ്യരുതെന്ന് പ്രത്യേകം സാത്വിക ഗുണത്തിൽ പറയുന്നുണ്ട്. കാരണത്താൽ സഗുണ ഞാൻ പരമാത്മാവിൽ നിർഗുണ മഹത്തത്വം അഹങ്കാരം ശബ്ദാധിക ഗുണങ്ങളും കാര്യകാരണ രൂപത്തിൽ നീങ്ങുന്നിത് അവിരാമമായി സത്തിൽ നിന്നും അഹങ്കാരം സത്ത ഞാൻ തത്ര കാരണം എൻ്റെ കാര്യം അഹങ്കാരം ത്രിഗുണാത്മകമാണതും മഹത്തത്വം അഹങ്കാരജാതമാണ് അത് ബുദ്ധിതാൻ. മഹത്തത്വം കാര്യം അഹങ്കാരം കാരണവും തഥാ തന്മാത്രങ്ങൾ അഹങ്കാരത്തിങ്കൽ നിന്നും ജനിച്ചവ. പഞ്ചീകൃതങ്ങളാം പഞ്ചഭൂതങ്ങൾക്കിവ കാരണം. ജ്ഞാനേന്ദ്രിയങ്ങളാം അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മഹാഭൂതങ്ങൾ 5 മനസ്സും കൂടിയാകവേ 16 കലകളെയാണ് അവിടെ പറഞ്ഞത്. പഞ്ചഭൂതങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇത് ചേർന്ന് കഴിഞ്ഞാൽ 16 കലകളായി. അത് 24 തത്വമാകുമ്പോഴേക്കും അതിൻ്റെ കൂടെ ഈ പഞ്ചഭൂതങ്ങൾ, അതിന് പഞ്ചവിഷയങ്ങൾ വരും ഒപ്പം. അപ്പോൾ പഞ്ചഭൂതങ്ങൾ, പഞ്ചവിഷയങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സിനെ 4 മനോബുദ്ധി അഹങ്കാര ചിത്തം 4 അപ്പോൾ 24 തത്വമായി. ഇത്രയേ ഉള്ളൂ. വളരെ നിസ്സാര. പക്ഷേ പണ്ട് കാര്യമില്ല, അതങ്ങോട്ട് നമുക്ക് ഓർക്കണ്ടേ. കാര്യകാരണ രൂപത്തിൽ 16 ഗുണം സ്മൃതം കാര്യവൻ കാരണവുമല്ല ആദ്യനാമ പരം പുമാൻ. ഇപ്പം ഞാൻ കാരണരൂപമാണ് എന്ന് അമ്മ പറഞ്ഞു. കാര്യമല്ല, കാരണമല്ല. ഞാൻ ഉണ്ടാക്കുന്നത് കാര്യം, ഞാൻ കാരണം. ഈ പുമാൻ എന്നുള്ളത് കാര്യവുമല്ല കാരണവുമല്ല. അപ്പോൾ ബ്രഹ്മം എന്നുള്ളതിന് കാര്യകാരണങ്ങളില്ല. പ്രകൃതി എന്നുള്ളത് കാരണമായിട്ട് തീരും. പ്രകൃതിയിൽ ഓരോരുത്തരും എന്നത് അത് കാര്യവുമാണ്. അതാണ് ആദ്യ സൃഷ്ടിയിൽ ഏതിനും ഇതു താനുദ്ഭവക്രമം. ചുരുക്കി ചൊന്നു ഞാൻ അങ്ങേക്കുൽപ്പത്തി ക്രമം ഇങ്ങനെ പോയാലും ഈ വിമാനത്തിൽ കാര്യാർത്ഥം സുരവര്യരെ. ഇനി അമ്മ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ് വരമായിട്ട്. എന്താ അത്? ആപത്കാലത്ത് എന്നെ ഓർത്താൽ അപ്പോൾ പ്രാദുർഭവിക്കുവൻ നിത്യനാമ പരാത്മാവായി. എന്നെ കണ്ടാലും എപ്പോഴും പുമാനൊത്തെന്നെ ഓർത്തെന്നാൽ സിദ്ധിക്കും കാര്യമൊക്കെയും. ശ്രീ മഹാദേവി നമ. ഇപ്പോൾ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ സൃജാമി. അല്ലേ? ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാൻ രൂപമെടുത്ത് വരും. ഇത് എല്ലാ പുരാണങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളിലും ഭഗവാൻ പറയുന്ന വാക്കാണ്, ഭഗവതി പറയുന്ന വാക്കാണ്. ബ്രഹ്മാവസ്ഥയിലുള്ള ഗീതയുടെ ശ്ലോകമാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാനാൽ ഇങ്ങനെ ചെയ്യപ്പെടും എന്ന് പറഞ്ഞത് ഈ ഭേദബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. പരിപൂർണ തമനാണ് ശ്രീകൃഷ്ണൻ. മഹാദേവനും തന്നെയാണ് പറയണത്, ഞാൻ വന്നോളാം, എവിടെ ആപത്തുണ്ടോ അപ്പം ഞാൻ വന്നോളാം. അമ്മയും അത് തന്നെയാണ് ഈ ത്രിമൂർത്തികൾക്ക് പറഞ്ഞു കൊടുത്തത്. എവിടെയാണോ ആപത്ത് വരുന്നത് അപ്പോൾ ഞാൻ പ്രാദുർഭവിക്കും. അപ്പോഴോ നിത്യമായിട്ടുള്ള ഈ ബ്രഹ്മത്തെ, ഞാനാകുന്ന ഈ ബ്രഹ്മത്തെ അവിടെ അമ്മ ഉപദേശം കൊടുക്കുന്നത് സകല സ്വരൂപിയായിട്ടല്ല, ബ്രഹ്മം എന്നുള്ള നിലയ്ക്കാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം. അങ്ങനെ എന്നെ നിങ്ങളും എന്ത് ചെയ്യണം? 2 എന്ന രീതിയിൽ എന്നെ കണ്ടോളൂ. എന്നാലോ 2 അല്ല, ഞാൻ 2ഉം കൂടിയ ഒന്നാണ് എന്ന് കണ്ടുകൊണ്ട് എന്നെ സ്മരിക്കൂ, പൂജിക്കൂ. ഇതാണ്. അപ്പോൾ നമുക്കും അതേപോലെ കാണാറാവണം. ഇപ്പോൾ പറ്റില്ല. ഇപ്പം നമുക്ക് അർദ്ധനാരീശ്വരൻ എന്നുള്ള നിലയ്ക്കേ പറ്റൂ. വിഷ്ണുവിൻ്റെ വക്ഷസ്ഥിലിരിക്കുന്ന ലക്ഷ്മി നാരായണൻ എന്നുള്ള നിലയ്ക്കേ പറ്റുള്ളൂ. ബ്രഹ്മാവിൻ്റെ മുഖത്തിരിക്കുന്ന സരസ്വതി ബ്രഹ്മാവ് എന്ന നിലയ്ക്കേ പറ്റുള്ളൂ. അത് അങ്ങനെ അല്ലാതെ കണ്ട് തന്നെ ആവാറാവും. എപ്പോൾ? ഈ ജ്ഞാനം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ. ആപത്കാലത്ത് എന്നെ ഓർത്താൽ അപ്പോൾ പ്രാദുർഭവിക്കുവൻ നിത്യനാമ പരാത്മാവായി. എന്നെ കണ്ടാലും എപ്പോഴും പുമാനത്വ എന്നെ ഓർത്തെന്നാൽ സിദ്ധിക്കും കാര്യമൊക്കെയും എന്ന് അമ്മയുടെ അനുഗ്രഹം വരമായിട്ട് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ബ്രഹ്മാവ് വീണ്ടും ഈ ഉപദേശ രൂപത്തിൽ നാരദനോട് പറയാം. ബ്രഹ്മാവ് തന്നാൽ സംസ്കാര സംശുദ്ധിയാളും ശക്തികളെ തഥാ വിഷ്ണുവിനു മഹാലക്ഷ്മി മഹാകാളി ശിവനുമേ മഹാവാണിയെ ഇങ്ങം തന്നയച്ചാൽ ദേവി നാരദ. അപ്പോൾ അവിടെ മഹാകാളി എന്ന് പറഞ്ഞതും മഹാപാർവതി എന്ന് പറഞ്ഞതും പാർവതിയിൽ നിന്നാണ് കാളി ഉണ്ടായതും അങ്ങനെയുള്ള ആ ഒരു സങ്കല്പമുണ്ട്. അത് ആ ദേവിമാരൊക്കെ എന്ന് കൂട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. ആണുങ്ങളായി മാറി ഞങ്ങളാ സ്ഥലം വിട്ട മാത്രയിൽ സ്മരിച്ചാൽ ഞങ്ങളെ ദേവീ രൂപവും തൽപ്രഭാവവും. ആ വിമാനത്തിങ്കൽ ഞങ്ങൾ മൂവരും ചെന്നിരിക്കവേ എങ്ങാ രൂപം എങ്ങാ ദ്വീപം ദേവി എങ്ങ് സുധാ സിന്ധുവും എങ്ങഹോ. ആ വിമാനം ഒഴിച്ചൊന്നും കാണാനില്ലാതെയായി തഥാ.
ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് കയറുന്നപ്പോൾ ആണുങ്ങളായിട്ട് ഞങ്ങൾ വിമാനത്തിൽ കയറിയിരുന്നു. വിമാനത്തിൽ കയറിയിരുന്നപ്പോൾ വിമാനം മാത്രമേ കാണാനുള്ളൂ. മണിദീപവും കാണാനില്ല, അമ്മയും കാണാനില്ല. ഇപ്പം എന്തൊക്കെയുണ്ടായി അനുഭവം കുറച്ച് നേരം കൊണ്ട്? 100 കൊല്ലം ഉണ്ടായിട്ടോ. 100 കൊല്ലമാണ് അവിടെ പോയിട്ടുണ്ടായത്. അപ്പോൾ അതൊന്നും കാണാനില്ല, അവിടെ ശൂന്യം. അപ്പോൾ പുറത്തേക്ക് വന്നാണ് ഞാൻ വിമാനത്തിൽ നിന്ന് എവിടേക്കാണ് എത്തുന്നത്? ഈ മധുകേടവന്മാരെ വധിച്ചതായിട്ടുള്ള ആ രംഗത്തേക്ക് 3 പേരും കൂടി വിമാനത്തിൽ അവിടെ ഇറങ്ങിയാണ്. വിമാനവും കാണാനില്ലാണ്ടാവും. ചെന്നെത്തിയ വിസ്തൃതമാം വിമാനം ഞൊടിക്കകം താമര തന്നടുക്കൽ മഹാർണവത്തിൽ മധു കൈടഭന്മാർ മുരാരിയാൽ സംഹതരായ ദിക്കിൽ. ഇങ്ങനെ 85 ശ്ലോകങ്ങളെ കൊണ്ട് ഈ അധ്യായം പറഞ്ഞു വെച്ചു. ബ്രഹ്മാദി ഉപദേശം എന്ന 6-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവിയൈ നമഃ. ഇങ്ങനെയുള്ള ആ ദേവി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്ത അധ്യായം തൊട്ട് നമുക്ക് നാളെ പാരായണം ചെയ്യാം. നാരായണ നാരായണ നാരായണ. ശ്രീ മഹാദേവിയൈ നമഃ.